അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജേക്കബ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു, കൊയ്ത്തുർക്കോണം ഇടവക. ഞാൻ സെൻട്രൽ റിസർവ് പോലീസിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇൻസ്പെക്ടറായിട്ട് ഇപ്പം കഴിഞ്ഞ 2 മാസം മുന്നേ റിട്ടയർമെൻ്റായി. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ കർണാടകയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് റിട്ടയർമെൻ്റ് ആകാൻ ഇനി 2 വർഷമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് സ്ഥലമാറ്റം വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും അത് തിരസ്കരിച്ചുകൊണ്ട് എനിക്ക് ജമ്മു കാശ്മീരിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്. അത് ഞാൻ റെപ്രസെൻ്റ് ചെയ്തപ്പോഴും സമ്മതിച്ചില്ല, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും തീരുമാനിച്ചു, ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ ധ്യാനം കൂടും, ഉടമ്പടി എടുക്കും, അവിടെ നിന്ന് എനിക്ക് തീരുമാനം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ ട്രാൻസ്ഫർ ഓർഡർ ആയിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ പോകണം. 30 ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൃപാസനത്തിൽ വരാനോ അവധി എടുക്കാനോ പറ്റത്തില്ല, കാരണം ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലീവ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ കർണാടക ഹൈക്കോടതിയിൽ പോയി എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോയില്ല, ഞാൻ നേരെ ഇവിടെ ധ്യാന സെൻറ്ററിൽ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ മാതാവിൻ്റെ പ്രദക്ഷിണം. അപ്പം ഞാൻ അകത്ത് കയറുമ്പോൾ രാവിലെ 5:30 ഞാൻ അകത്ത് കയറുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാതാവിൻ്റെ രൂപത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി എല്ലാം മാതാവ് നോക്കിക്കോണം എന്നും പറഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണമായിട്ട് വരണം. എനിക്ക് കിട്ടിയത് തിരിയായിരുന്നു. ഞാൻ തിരി കൈ പിടിച്ചുകൊണ്ട് മൊബൈൽ ഓൺ ചെയ്തപ്പോൾ ആദ്യത്തെ കോൾ വരുന്നു, എനിക്ക് അഡ്വക്കേറ്റിൻ്റെ എൻ്റെ കേസ് ഫയലിൽ സ്വീകരിച്ചു, സ്റ്റേ ആയിട്ടുണ്ടെന്നും പറഞ്ഞ്, എൻ്റെ ട്രാൻസ്ഫർ സ്റ്റേ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ഇത് ഫോൺ കോൾ വരികയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏപ്രിലാണ് ഇവിടെ ധ്യാനത്തിന് വന്നത്. ഏപ്രിൽ 21 ഏപ്രിൽ 2022. അത് കഴിഞ്ഞ് കറക്റ്റ് 6 മാസമായപ്പോൾ എൻ്റെ ട്രാൻസ്ഫർ, ഞാൻ പിന്നെ കോടതിയിലൊന്നും ഞാൻ പോയില്ല. കോടതിയിൽ അങ്ങ് കേസ് നടക്കുകയായിരുന്നു. അതിൻ്റെ കോടതിയിൽ നിന്നും എന്നെ വിളിച്ചില്ല, ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും പറഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വരികയാണ്. അതിനകത്ത് പറയുകയാണ്, എൻ്റെ കേസ് ഞാൻ പിൻവലിക്കണം. എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ആക്കിക്കഴിഞ്ഞാണ് പറയുന്നത്, ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നു തിരുവനന്തപുരത്തേക്ക്, നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹൈക്കോടതി പോയിട്ട് ഞാൻ കോടതി കേസ് പിൻവലിക്കുകയും തിരുവനന്തപുരത്ത് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 വർഷം ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് റിട്ടയർമെൻ്റ് ആയത്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകി. ഞാൻ ഇൻസ്പെക്ടർ റാങ്കിൽ ഒരാളേ ഉള്ളൂ, ബാക്കി എല്ലാവരും എനിക്കിപ്പം 6 മാസം മുന്നേ ഈ ഓഗസ്റ്റിൽ ഞാൻ രാഷ്ട്രപതിയുടെ 2ാമത്തെ പോലീസ് മെഡൽ എനിക്ക് കിട്ടി. ഒരു പക്ഷേ സെൻട്രൽ റിസർവ് പോലീസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമേ വരുന്നത് ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ കൗണ്ടർ ഇൻസർജൻസി, ആൻറ്റി ടെററിസ്റ്റ്, ഈ 2 ഡ്യൂട്ടിയേ ഉള്ളൂ. ലൈൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ, അത് മിക്കവാറും ഡൽഹി അതുപോലെ പീസ് സ്ഥലങ്ങൾ മാത്രമേ ലൈൻ ഓർഡർ ഡ്യൂട്ടി വരുന്നുള്ളൂ. ബാക്കി എല്ലാം വരുന്നത് കൗണ്ടർ ഇൻസർജൻസി, നക്സൽ എഫക്റ്റഡ് ഏരിയ, അതല്ലെങ്കിൽ ആൻറ്റി ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ ഇതുപോലെ സ്ഥലങ്ങളിൽ. അപ്പോൾ ഞാൻ 41 വർഷം 4 മാസം ഞാൻ സർവീസ് ചെയ്തു, ഒരു കുഴപ്പവും കൂടാതെ. ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പൊക്കെ നടന്നു, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനാരെയും വെടിവെച്ചില്ല, ഒരു ലാട്ടിയെടുത്ത് ഞാൻ അവരെയും തല്ലിയിട്ട് പോലുമില്ല. ദൈവം എന്നെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് അനുഭവസ്ഥനാണ്. ഈ 41 വർഷം സർവീസിനുള്ളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ പെൻഷനാകുകയും ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാനും എനിക്ക് സാധിച്ചു. അതിനായിട്ട് 1000 നന്ദി അർപ്പിക്കും. അതുപോലെ തന്നെ 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ പ്രേക്ഷിത ജോലിയൊക്കെ എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പാവങ്ങളെ നല്ല രീതിയിൽ
കഴിവിൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് രോഗമാണ് ചോദിച്ചിട്ട് ആ രോഗത്തിന് ഇപ്പോൾ ഒരു പക്ഷേ എനിക്കാണ് ആ രോഗം വന്നെങ്കിൽ അത് കണ്ടുപിടിക്കാനോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ എന്തൊക്കെ ആവശ്യപ്പെടും, എത്ര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, അതനുസരിച്ച് ഞാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിൽ കുറേ രോഗികളുണ്ട്. അവർക്ക് എല്ലാ മാസവും ഞങ്ങൾ ഇടവകയിൽ നിന്ന് 10-14 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവരെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും സാമ്പത്തികമായിട്ട് എല്ലാ മാസവും. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പം മരിച്ചുപോയ ഒരു കുട്ടിയുണ്ട്, പെൺകുട്ടി. അതിനെ പഠിപ്പിക്കാനുള്ള എല്ലാ ചിലവും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ദൈവം, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു രോഗി ഇപ്പം നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് 60 വയസ്സായി, എനിക്ക് ഒരു BP ഷുഗറോ മറ്റുള്ള ഒരു അസുഖമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ ഇത്രയും പാവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ദൈവം എന്നെ ഒരു രോഗത്തിനും അടിമയാക്കാതെ എന്നെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും